ജി ഗോപകുമാർ, ഇതൊരു വലിയ അവകാശവാദം എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ? ഇപ്പോൾ സജിമോൻ പറയുന്നത് ഇപ്പോൾ നമ്മളും ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ വാർത്ത റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ഇറാൻ ഈ മറ്റു രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലുകൾ, ഡ്രോണുകൾ അയക്കുന്നു എന്നല്ലാതെ തുടക്കത്തിലെ ആ ഒരു ആക്രമണം കാണുന്നില്ല ഇപ്പോൾ. പക്ഷെ അവരുടെ അവകാശവാദം ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ളതാണ്. ഇറാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുകയല്ല. ഇറാൻ്റേതായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അമേരിക്കയെ കരയുദ്ധത്തിന് ഒരർത്ഥത്തിൽ ക്ഷണിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം കരയുദ്ധത്തിൽ ഇറാനെ അത്ര എളുപ്പം കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. മാത്രമല്ല, സാങ്കേതികവിദ്യയുടെയും മറ്റും ശാസ്ത്രത്തിൻ്റെയൊക്കെ ശക്തി ഉള്ളതുകൊണ്ട് ആകാശത്തു നിന്നും ബോംബാർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് പ്രത്യേക ചാതുര്യമുള്ളതുകൊണ്ടും അതോടൊപ്പം ഇസ്രയേലിൻ്റെ സാങ്കേതിക ശക്തി ഉള്ളതുകൊണ്ടുമൊക്കെ ഇസ്രയേലും അമേരിക്കയും കൂടെ ഇറാനെ തകർക്കാൻ വലിയ രീതിയിൽ കഴിയും. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കരയുദ്ധത്തിലേക്ക് വരേണ്ട ഒരു സമയം വരും. ഇതിനിടയ്ക്ക് മറ്റ് ലോകരാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട റഷ്യയും ചൈനയുടെ നിലപാടുകളിൽ മാറ്റം വരുമോ നമുക്കറിഞ്ഞൂടാ. ഒരു കാര്യം സത്യമാണ്, ഇറാനെ പോലത്തെ ഒരു വലിയ രാജ്യത്തെ കരമാർഗത്തിൽ കൂടി കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമല്ല. ഇറാന് അകത്ത് ജനാധിപത്യമില്ല, അതൊക്കെ വളരെ വളരെ ശരിയാണ്. അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എത്രയോ കാലമായിട്ട് അത് അത്തരത്തിലുള്ളൊരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ളവർ പറഞ്ഞത് അമേരിക്കയുടെ ഉദ്ദേശം റെഷീം ചേഞ്ച് ആണ്, ഭരണമാറ്റം വരുത്തുക. വെനസ്വലയെ വരുത്തിയ അത്രയും ലാഘവത്തോടെ ഇറാനിൽ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ഈ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഒരു വിനാശമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത്, കീഴടങ്ങിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കൻ സൈന്യം എന്തൊക്കെ ചെയ്തു എന്നതിന്റെ ഒരു നേർചിത്രമായിരുന്നു അത്. ഇപ്പോൾ ഒരു വിമാനവാഹിനി കപ്പലോളം വലിപ്പമുള്ള ഡ്രോൺ കാരിയർ തകർക്കുന്നതിന്റെ ദൃശ്യമാണ് ഇറാന്റെ. അവിടെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, നാവിക ശക്തിയെ ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു, നിർവീര്യമാക്കി കഴിഞ്ഞുവെന്ന്. അപ്പോൾ ആ അവകാശവാദം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള സംഘടനം ഇറാൻ ശക്തമായിട്ട് നടത്തുന്നുണ്ട്. കാരണം ലെബനൻ്റെ പിന്തുണയുണ്ട്. അതോടൊപ്പം തീവ്രവാദികളുടെ, നമുക്കറിയാമല്ലോ, അവിടെയുള്ള ഹിസ്ബുള്ളയും ബാക്കി സംഘടനകളുമെല്ലാം ലെബനനെയും ഇറാനെ സഹായിച്ച് ഇസ്രയേലിനെ വശമതരാക്കാനും ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ലെബനൻ ഇസ്രയേൽ യുദ്ധം മറുവശത്ത് കാണുന്നത് കൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇസ്രയേലിന് ശക്തമായ പ്രതിരോധം തീർക്കാൻ മറുവശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ രീതിയിൽ ഇറാനെ വളയുന്നുണ്ട്. അപ്പോൾ ഇസ്രയേൽ അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ മറുവശത്ത് ലെബനോണും മറ്റ് തീവ്രവാദ ശക്തികളും ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിനെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. അപ്പോൾ ആകാശ തലത്തിലുള്ള യുദ്ധം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇറാൻ അങ്ങനെ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഒരു സാഹചര്യം പെട്ടെന്നൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, യുദ്ധം നീണ്ടകാലം പോകാൻ സാധ്യതയുണ്ട്. ഡിഫൻസ് സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് 2 മാസം വരെ പോകുന്നതാണ്. ആദ്യം ഒരാഴ്ചയാണ് ബുദ്ധിമുട്ടാൻ പോകുന്ന ഗൾഫ് രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ആക്രമണം നടക്കുകയാണ്. ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്. സൗദി അറേബ്യയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അത് നിർത്താൻ തയ്യാറാകുന്നില്ല ഇറാൻ. അത് വാസ്തവത്തിൽ ഇറാൻ കാണിച്ചൊരു അബദ്ധമായിട്ട് പിന്നീട് ഇറാന് മനസ്സിലാവും. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് അമേരിക്കയുടെ നേവൽ ബേസ് അവിടെ ഉണ്ടെന്നും അമേരിക്കയുമായി സാമ്പത്തിക വാണിജ്യ ഇടപാടുകളും എണ്ണയുടെ കാര്യത്തിലുള്ള ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ശത്രു രാജ്യമാക്കി കാണിക്കുന്നത് വാസ്തവത്തിൽ ഇറാൻ്റെ ഒരു ലോങ് ടേം വിഷൻ്റെ ഒരു അപര്യാപ്തതയാണ്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് സന്തോഷമുണ്ടാകും. കാരണം ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ സഹായിക്കാൻ പുറപ്പെടില്ല എന്ന് മാത്രമല്ല, അവർ സ്വയം പ്രതിരോധം ഏർപ്പെടുത്തും. ഇപ്പോൾ തന്നെ UAEയും മറ്റും പറഞ്ഞു കഴിഞ്ഞു, ജനങ്ങൾ പരിഭ്രാന്തരാകരുത്, നിങ്ങളുടെ ജീവനും സ്വത്തുമനെയൊക്കെ സംരക്ഷിക്കാനുള്ള സകല ശക്തി ഞങ്ങളുടെ രാജ്യത്തിനുണ്ട്. അത് UAE പറഞ്ഞു കഴിഞ്ഞു, ഒമാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ ഇറാനെതിരെ തിരിയുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ശത്രുക്കളാണ് ഇപ്പോൾ ഇറാനെതിരെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ടേം ഗെയിൻ ഇറാന് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ലോങ് ടേമിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ ആക്രമിച്ചത് വലിയൊരു നഷ്ടമായി ഇറാന് മനസ്സിലാവും. പിന്നെ അവിടുത്തെ ഭരണമാറ്റത്തെക്കുറിച്ച് നമുക്കിപ്പോഴേ പറയാൻ പറ്റില്ല. കാരണം നീണ്ട നാളായിട്ട് ഇറാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അമേരിക്കയുടെ സാങ്ഷൻസിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, 700% നാണയപ്പെരുപ്പമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇറാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ യുദ്ധം നീണ്ട്
കൂടുതൽ കെടുതിയിൽ വരുന്നൊരു സാഹചര്യത്തിൽ ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ താല്പര്യപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ 2 മാസത്തേക്ക് യുദ്ധം ഉറപ്പാണെന്ന് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇറാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ്. നമ്മളിത് വളരെ ഭയപ്പാടോടെ കാണുന്ന മറ്റൊരു രംഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യൂബയെക്കുറിച്ച് പറഞ്ഞു, അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയും റഷ്യയൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് നിലപാടെടുക്കും ഭാവിയിൽ എന്നുള്ളത് നമുക്കിപ്പോഴേ തന്നെ വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള സംഘട്ടനം അതിൽ തന്നെ ഒതുങ്ങാതെ മറ്റ് മേഖലകളിലേക്ക്, ഇപ്പോൾ ക്യൂബയുടെ കാര്യം ഈ സമയത്ത് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ യുദ്ധം കുറച്ച് ഈ സാമ്പത്തികമായിട്ട് രാജ്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞൊരു പ്രസിഡൻ്റാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. യുദ്ധം തുടങ്ങി 3-ാം ദിവസം അദ്ദേഹം പറഞ്ഞത്, ഇറാൻ ഇനി വന്നിട്ട് കാര്യമില്ല, യു ആർ ടു ലേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആഭ്യന്തരമായിട്ട് അമേരിക്കയൊക്കെ അകത്ത് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് യുദ്ധം വരുന്നതിനോട് താല്പര്യമുണ്ട്. കാരണം എന്താണ്, അവിടുത്തെ ആംസും എക്യുപ്മെൻസും ഒക്കെ കൂടുതൽ വിപണിയിൽ വിറ്റുപോകും. അതോടൊപ്പം തൊഴിലവസരങ്ങളും വർദ്ധിക്കും. പക്ഷേ അത് ശാശ്വതമായൊരു സാമ്പത്തിക വളർച്ചയല്ല. ഇതല്ല മാഗ എന്നുദ്ദേശിച്ച് ട്രംപ് അധികാരത്തിൽ വന്നത്. ആ ക്രൈസ്തവ സംസ്കാരത്തിനകത്തുള്ള സമാധാനം ഈ ലോകത്ത് കൊണ്ടുവരാം എന്നും കൂടി, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അർത്ഥത്തിലുണ്ട് എന്നും കൂടി പറഞ്ഞാണ് ട്രംപ് വന്നത്. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞ ആൾ യുദ്ധം തന്നെ നടത്തുകയും പുതിയ പോർമുഖങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് ലോകത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ നമ്മൾ ഭയപ്പെടുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അവരവരുടെ നാട്ടിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഓരോ ദിവസവും നൽകുന്നുണ്ട്. അതുപ്രകാരം യു എയിൽ അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അനുസരിച്ച് ഇറാന്റെ ആക്രമണം തുടങ്ങിയതിന് ശേഷം യു എയിൽ 94 പേർക്ക് പരിക്കേറ്റതായാണ്. അതായത് ഈ 6 ദിവസത്തിനിടയിലുള്ള ആക്രമണത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 94 പേർക്ക് പരിക്കേറ്റു, 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് യു എയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച മാത്രം യു എ വ്യോമ പ്രതിരോധ സംവിധാനം 6 ബാലിസ്റ്റിക് മിസൈലുകളും 125 ഡ്രോണുകളും, ഇറാൻ അയച്ച ഡ്രോണുകളും തകർത്തു എന്നാണ് യു എ പറയുന്നത്. 131 ഡ്രോണുകൾ കണ്ടെത്തിയതിൽ 125 എണ്ണം തടഞ്ഞുവെങ്കിലും 6 ഡ്രോണുകൾ രാജ്യത്തിനകത്ത് പതിച്ചതായും യു എയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ നിസ്സാരമല്ല, അല്ലേ? ആ രീതിയിൽ തന്നെയാണ്. ചില വീഡിയോകൾ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്ന്. പക്ഷേ അവിടെ തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ ചില മേഖലകളിലുള്ളപ്പോൾ മറ്റു മേഖലകളിലുള്ളപ്പോൾ സുരക്ഷിതമായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഏത് സമയവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, പൊതുവിൽ GCC രാജ്യങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ നേവൽ ബേസ്, സെക്യൂരിറ്റി ഫോഴ്സിനെ ആക്രമിക്കുന്നു എന്നാണെങ്കിലും വാസ്തവത്തിൽ ചെന്ന് കൊള്ളുന്നത് ഇറാനിലെ ഗൾഫ് രാജ്യങ്ങളിലെ ചില മേഖലകളിലാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് സമാധാനപരമായിട്ട് ഇരിക്കാനായിട്ട് അവിടുത്തെ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ യൂസഫ് അലിയും തന്നെ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ പുറത്തു വിട്ടതിൽ അദ്ദേഹം പറഞ്ഞത്, ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറിച്ചു വീഴുന്ന അത് മാത്രമാണ് ആൾക്കാർക്ക് അപകടം ഉണ്ടാക്കുന്നത്, അതല്ലാതെ ജനങ്ങൾക്ക് നേരിട്ടൊരു അപകടം ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ എന്നാൽ ആകാശത്ത് തീമഴ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഭയമുണ്ടാകുന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അവിടുത്തെ ഭരണത്തിനുണ്ട്. അവരത് ചെയ്യുന്നുമുണ്ട്. അതിലുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, അത് അവിടുത്തെ രാജ്യത്തിനകത്തുള്ളവർ പറയുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ടെന്നും കൂടി ഈ ഇടയ്ക്ക് ഭരണകർത്താക്കളുടെ പ്രസ്താവന. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്, യു എ നൽകിയ ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുപോലെ തന്നെ ബഹ്റൈനും അവർ എന്തൊക്കെയാണ് ആ രാജ്യത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് വ്യക്തമായിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ശ്രീ സിബി സത്യൻ, ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇറാനൊപ്പം നിൽക്കുവാൻ സാധിക്കുകയില്ല. 1 കോടിയോളം പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രവാസി ഇന്ത്യക്കാരാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം ഇവിടെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറാനൊപ്പം നിൽക്കണം, നിലപാടെടുക്കണം എന്ന്. അത് ശരിയായ കാര്യമല്ലല്ലോ. നിലവിൽ ഇന്ത്യൻ സർക്കാരിന് എന്തായാലും ഇറാനൊപ്പം നിൽക്കാൻ സാധ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ ട്രംപുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം, പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടും വളരെ അടുത്ത ബന്ധം മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട്, മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇത്തരം വിദേശ നയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറച്ചു കാലമായിട്ട് നമ്മൾ അത്തരം സ്റ്റാൻഡുകളെല്ലാം വളരെയധികം വെള്ളം ചേർത്തുകൊണ്ട് ഒരു പുതിയ തരം നയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രംപിനെ അനുസരിക്കുകയും ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന് അനുകൂലമായ ഒരു നയം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് മാത്രവുമല്ല, അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു മൈറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത്രയും വെല്ലുവിളിച്ച ഇറാന്റെ യുദ്ധം തുടങ്ങിയിട്ട് കൃത്യം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവിടുത്തെ സുപ്രീം കമാൻഡറെ കൊലപ്പെടുത്തുക, വളരെ കൃത്യമായ ഫയർ പവർ, വളരെ കൃത്യമായ ഇന്റലിജൻസ്, വളരെ കൃത്യമായ സൈബർ മേൽക്കോയ്മ, ഇത് മൂന്നും വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ശത്രുരാജ്യങ്ങളെ നിലംപരിശാക്കുന്ന ഒരു വലിയ സ്ട്രാറ്റജി. അതായത് നമ്മൾ മനസ്സിലാക്കണം, വളരെ അപരിമിതമായ ശക്തി ഒരു ഭ്രാന്തൻ സ്വഭാവമുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.